സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. പുതുപ്പണം ജവഹർ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സമാപിച്ചു. പരിപാടി ബ്രഹ്മശ്രീ വിജേഷ് വൈദ്യർ ഉദ്ഘാടനം ചെയ്തു. ദിൽഷാദ് സ്വാഗതം പറഞ്ഞു. CV ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രണ്ടാമത്തെ ഉദ്യോഗമാണ് ഇന്നിവിടെ ആയുർവേദ ക്യാമ്പിലൂടെ നമ്മൾ സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. ആയുർവേദം എന്നുള്ളത് ആരോഗ്യം എന്നുള്ള രീതിയിൽ നമ്മളതിനെ കണ്ടുകൊണ്ട് ആ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സമൂഹത്തെ സജ്ജമാക്കുക. ആ ഒരു ലക്ഷ്യം നമ്മുടെ ട്രസ്റ്റ് മുൻതൂക്കം നൽകുന്നു എന്നുള്ളതാണ്. വാർഡ് കൗൺസിലർമാരായ ഹരിദാസൻ, PK ബാലകൃഷ്ണൻ, P രജനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നമ്മൾ കാണേണ്ടത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതിൽ ആയുർവേദത്തിനായാലും അതേപോലെ തന്നെ അലോപ്പതിക്കായാലും ഹോമിയോ ഒക്കെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ പ്രദേശത്തെ ജവഹർ ട്രസ്റ്റ് ആയാലും അതേപോലെ തന്നെ മറ്റ് പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്ന വിവിധങ്ങളായ പേരുകൾ അറിയപ്പെടുന്ന വിവിധ സംഘടനകളും വ്യക്തികളുണ്ട്. അതൊക്കെ തന്നെ മനുഷ്യ നന്മയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായ രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ട് ചെട്ടിയാത്ത UP സ്കൂളിൽ നടന്ന ക്യാമ്പിൽ 100ഓളം പേർ പങ്കാളികളായി. ക്യാമ്പിൽ നാഡീ പരിശോധനയിലൂടെയാണ് ബ്രഹ്മശ്രീ വിജേഷ് വൈദ്യർ രോഗനിർണയം നടത്തിയത്. രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത് ആയുസ്സിനെക്കുറിച്ചുള്ള വേദം എന്നാണ് മഹർഷിമാർ പറഞ്ഞിട്ടുള്ളത്. മഹർഷിമാരുടെ വേദങ്ങളിൽ നിന്ന് അവരുടെ ശിഷ്യന്മാർ ക്രോഡീകരിച്ചുകൊണ്ട് രചിച്ചുള്ള ഗ്രന്ഥമാണ് ആയുർവേദം. ആ ആയുർവേദ ഗ്രന്ഥത്തെപ്പറ്റി പഠിക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ബാബു പറമ്പത്ത് പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തി. 5 ഡോക്ടർമാരും 2 വൈദ്യർമാരും ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. ജവഹർ ചാരിറ്റബിൾ നടത്തിയ ഇന്നത്തെ ട്രസ്റ്റ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നല്ലൊരു സംഗതി തന്നെയാണ്. എന്താ വെച്ചാൽ ഇവരിപ്പം 2ാമത്തെ ക്യാമ്പാണ് നടത്തുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ക്യാമ്പാണ് നമ്മുടെ ആയുർവേദ ക്യാമ്പ്. അതിനിവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചു. ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ വൈദ്യർ എടുത്തു പറഞ്ഞു. ചേരുവകളിൽ അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ലാത്തതാണ് അരിഷ്ടങ്ങളും ലേഹ്യങ്ങളും. അതുകൊണ്ട് ഇവ ശരീരത്തിന് യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാക്കില്ലെന്നും വൈദ്യർ ഓർമ്മിപ്പിച്ചു. ക്യാമ്പിൽ ചികിത്സ തേടിയവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി.